നമ്മൾ ഒരുപാട് വീടുകൾക്ക് ഇരുമ്പിൻ്റെ ജനലുകൾ വെക്കാറുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഇതുപോലെ ഗ്രേ കളറിലോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറിലോ ബ്ലാക്ക് കളറിലോ വൈറ്റ് കളറിലോ ഒക്കെ ആവും നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് വുഡിൻ്റെ കളറ് കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് സ്പ്രേ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ബ്രഷിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പേപ്പറൊന്നും ഒട്ടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ ബ്രഷിൽ അടിച്ച് ഫിനിഷ് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ടും പറ്റും. പക്ഷേ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഫിനിഷിംഗ് ഉണ്ടായിരിക്കും. കുറച്ചുകൂടെ വില കൂടിയ മെറ്റീരിയലൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതിന് മുകളിൽ അടിക്കാനായിട്ട് പറ്റും. ബ്രഷ് ഉണ്ടാകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ അടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മളിവിടെ NC പെയിൻറ്റ് ഓട്ടോ സിൽവർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ NC പെയിൻ്റാണ് ഇതിൽ അടിച്ചിരിക്കുന്നത്, ടീക്ക് കളറ്. അപ്പോൾ പല കമ്പനികളുടെ പെയിൻറ്റുകളും പല കളറുകളായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ എക്സ്ട്രാ കളറുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കളർ മാറ്റിയിട്ടൊക്കെ അതിന് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. അതുപോലെ തന്നെയാണ് വുഡിൻ്റെ ഡിസൈൻ കൊടുക്കുമ്പോഴും. ചില ആളുകൾക്ക് ലൈറ്റ് ഡിസൈൻ വേണ്ടി വരും, ചിലർക്ക് ഡാർക്ക് ഡിസൈൻ വേണ്ടി വരും, ചിലർക്ക് റെഡിഷ് ആയിരിക്കും, ചിലർക്ക് യെല്ലോ കളറായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അവരുടെ ആ ഒരു ഇഷ്ടം നോക്കിയിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള വുഡിൻ്റെ കളർ നോക്കിയിട്ടൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് ബ്രൗണും ബ്ലാക്കും വെച്ചിട്ട് സാധാരണ രീതിയിൽ വരയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒറിജിനൽ തേക്ക് ഡോറും അതിൻ്റെ കട്ടിലയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡോർ ഫ്രെയിം വന്നിരിക്കുന്നത് ഇരുമ്പിലാണ്. പിന്നെ ഇതിൻ്റെ ഡോറ് വരുന്നത് ഒറിജിനൽ തേക്ക് ഡോറ് തന്നെയാണ് വരുന്നത്.